ഹലോ ഫ്രണ്ട്സ്, ക്രേസി ജോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് മൂങ് ദാൽ ഫ്രൈ ആണ്. ചെറുപയറിന്റെ പരിപ്പ്. നമ്മളിവിടെ ആവശ്യത്തിന് എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാംസ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മൂങ് ദാലാണ്. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത്, 2 കറിവേപ്പില, 3-4 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത്. ചെറുപയറിന്റെ പരിപ്പ് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ കുക്കറിലേക്ക് ദാല് ഇട്ട് നമ്മളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടാതെ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തുടർന്ന് സവാള, ഒരു വലിയ സവാളയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്, അതിനെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ഏകദേശമൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഇട്ടത് ഏകദേശം സവാളയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഗോൾഡൻ കളർ ആകുന്നവരെ നമ്മൾ ഇത് വഴറ്റിയെടുക്കണം. കരിയാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ അല്പം ഗരം മസാല ചേർക്കാമെങ്കിൽ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഗരം മസാലയുടെ ഫ്ലേവർ ദാൽ ഫ്രൈക്ക് നല്ലൊരു മണവും കാര്യങ്ങളും ലഭിക്കുന്നതിന് അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ, അതായത് ദാൽ ചേർത്ത് കൊടുക്കാം. ദാല് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ദാല് ഏകദേശം നമ്മൾ ചേർത്ത് എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ദാൽ കറിക്ക്, ദാൽ ഫ്രൈക്കൊക്കെ നെയ്യ് ചേർക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു ഫ്ലേവർ കിട്ടുന്നതിനും ആ ടേസ്റ്റിനും അത്യുത്തമമാണ് നെയ്യ് ചേർക്കുന്നത്. നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദാൽ ഫ്രൈ, ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.